ഈ 1500 ബസ്സുകളിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് തിരിച്ചടിയാണത്രേ. ഇവരുണ്ടല്ലോ പച്ച മട്ടലെടുത്തിട്ടല്ല, തെരണ്ടിവാലെടുത്തിട്ടുമല്ല. ഞാൻ സാധാരണ പറയാറുള്ള പോലെ ഈ ആസനത്തിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചാലും മതിയാവില്ല. അമ്മാതിരി മുരത്ത കള്ളത്തരല്ലേ പറയുന്നത്. അതേസമയം സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയതോടെ വടക്കൻ മേഖലയിലെ അടക്കം സ്ത്രീകൾക്ക് തിരിച്ചടിയായി. അപ്പം തിങ്കളാഴ്ച മുതൽ വടക്കൻ മേഖലയിലെ സ്ത്രീകൾക്ക് മുഴുവൻ തിരിച്ചടിയാണത്രേ. എന്താ തിരിച്ചടി എന്ന് വെച്ചാല് അവിടെ ഒരു 1500 ബസ്സുകളിൽ രാപ്പകലില്ലാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സൗജന്യമായി. ഇതാണത്രേ തിരിച്ചടി. ഇത് തിരിച്ചടിയാണത്രേ. മക്കളെ, നിങ്ങളെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഈ 35 സീറ്റ് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ 35 സീറ്റ് കിട്ടി? ഇനി അടുത്ത പ്രാവശ്യം ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലേ വട്ടപൂജ്യം നോട്ടൊക്കെ പിന്നിലായിരിക്കും. ഒരു സംശയമില്ലാന്നേ, നോട്ടൊക്കെ പിന്നിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. ആരാടോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? ആരാ വോട്ട് ചെയ്യുക? നിങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്ന സഹയാത്രികരായ ഈ ജയദേവികയും ശാരദക്കുട്ടി പോലും നിങ്ങളോടൊപ്പം ഇല്ലാതെ, നിങ്ങളുടെ തോന്നിയാസങ്ങൾക്കൊപ്പം ഇല്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടോ. എത്ര കാലം നിങ്ങൾക്ക് ഈ ആസനം കഴിക്കാൻ നടക്കാൻ പറ്റും? പിണറായിന്റെയും മരുമോന്റെയും മോളി ഞാൻ പറയുന്നില്ല. ചരിത്രപരം പ്രതീക്ഷിച്ചത് ഇടതുപക്ഷത്ത് എന്ന് പറയുന്ന ഒരു കുത്തു കൊടുക്കുകയാണ്. പിണറായി വിജയന്റെ ചെപ്പക്കുറ്റിക്ക് നോക്കിയിട്ട് ഒരു കുത്താണ് യഥാർത്ഥത്തിൽ ദേവിയെ കൊടുക്കുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളായിരുന്നില്ലേ? നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ ആ സമയം കരുവന്നൂർ ബാങ്ക് കൊള്ളയടിക്കാൻ പോയി. നിങ്ങൾ ആ സമയം ശബരിമല കൊള്ളയടിക്കാൻ പോയി അല്ലേ? ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ആ സമയം പെൺകുട്ടികളുടെ കൈകൾ മുറിക്കാൻ പോയി. നിങ്ങൾ ആ സമയം കത്രിക സ്ത്രീകളുടെ വയറ്റിനുള്ളിൽ കുത്തിക്കെട്ടാൻ പോയി. ഇതൊക്കെയല്ലേ നിങ്ങൾ സ്ത്രീകളോട് ചെയ്തത്? ഇത്രയും കാലം നിങ്ങൾ സ്ത്രീകളോട് ചെയ്തത്, ദളിത് സ്ത്രീയോട് ചെയ്തത്, ഈ ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോൾ ഈ ടോയ്ലറ്റിൽ പോയി കണ്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞ അവരെ കള്ളക്കേസിൽ കുടിക്കുക നിങ്ങളുടെ പോലീസ് അല്ലേ? ദളിത് സ്ത്രീകളോട് നിങ്ങൾ ചെയ്തത് ഇതൊക്കെയായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളായിരുന്നു ചെയ്യേണ്ടത്. നിങ്ങളായിരുന്നു ഇത്തരത്തിൽപ്പെട്ട ഒരു സൗജന്യ യാത്ര അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് അതിലൊന്നും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് 40-45 വാഹനങ്ങളുടെ അകമ്പടിയോടെ പാറ്റൻ ടാങ്കുമായി പോകണം. നിങ്ങളുടെ ഈ കാരണഭൂതത്തിന് കയറാൻ ലിഫ്റ്റ് വേണം, കാരണഭൂതത്തിന് തൊഴുത്ത് വേണം, കാരണഭൂതത്തിന് ഈ കണ്ടത്തില് ഹെലികോപ്റ്റർ വേണം. ഇങ്ങനെ നിങ്ങൾ ഭരിച്ചു മുടിപ്പിക്കുകയായിരുന്നില്ലേ എന്നൊരു ധ്വനി കൂടി ഇതിലുണ്ട്. ആരുടെ? ജയദേവിയുടെ ഈ പറയുന്ന നിലപാടിൽ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നത് ഇടതുപക്ഷമാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് ചരിത്രപരമായ തീരുമാനമാണ്. ഇതുവരെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കായി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളും സ്കീമുകളും ഒക്കെ അവരെ ഒരു കുടുംബത്തിലെ അംഗമായി കണക്കാക്കിക്കൊണ്ടുള്ളതാണ്. വളരെ വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമാണ്. അതായത് ഇതുവരെ സ്ത്രീകൾക്ക് ഒരുപാട് തരത്തിലുള്ള സൗജന്യങ്ങളൊക്കെ വിവിധ സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്കാണ് ഇവർക്ക് നൽകുന്നത് അല്ലെ? ഇവർക്ക് ഈ ക്ഷേമ പെൻഷനുകളൊക്കെ നൽകുന്നത് കുടുംബത്തിലെ ഒരംഗം എന്നുള്ള രീതിയിൽ, അവരുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ അവർ കുടുംബത്തിലെ ഒരു അംഗം എന്ന രീതിയിലാണ് അവർക്ക് ഇത്രയും കാലം പല സൗജന്യങ്ങളും നൽകിയിരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല എന്നാ പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് മൊബിലിറ്റി നൽകുന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അതാണ്, സ്ത്രീകൾക്ക് മൊബിലിറ്റി നൽകുന്നു. സ്ത്രീകൾക്ക് യാത്ര സൗകര്യം നൽകുകയാണ്. സ്ത്രീകളെ തളച്ചിടാതെ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമാണ് VD സതീശൻ സർക്കാർ നൽകിയിരിക്കുന്നത്. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ സ്ത്രീകളുടെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വീട്ടിന് പുറത്തിറങ്ങി സഞ്ചരിക്കുക എന്നത് സ്ത്രീയുടെ ആവശ്യവും അവകാശവുമാണ് എന്നും കുടുംബവുമായി അതിനെ ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും അംഗീകരിക്കുന്ന നടപടിയാണിത്. ഇത് കുടുംബത്തിനകത്ത് തളച്ചിടേണ്ട വ്യക്തിയല്ല സ്ത്രീ. സ്ത്രീക്ക് അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള അനുവാദമാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരമാണ്, അതിനുള്ള അവസരമാണ് VD സതീശൻ സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരം നടപടികൾ പൊതുവെ നമ്മൾ ഇടതുപക്ഷത്ത് നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് നമ്മൾ പൊതുവെ ഇതൊക്കെ പിണറായിയുടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അല്ലല്ലോ. പാലിൽ കുതിർത്ത കശുവണ്ടിപ്പരിപ്പ് ഈ പറയുന്ന പൗരപ്രമുഖർക്ക് സമ്മാനിക്കുന്നതായിരുന്നല്ലോ അല്ലെ? മുഷിഞ്ഞ വസ്ത്രവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ പിടിച്ചു പുറത്താക്കുകയാണ് ചെയ്യുക. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ആരും കാരണഭൂതത്തെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ കാരണഭൂതത്തെ തൊഴിലാളികൾ കാണാൻ വരരുത്, കർഷകർ കാണാൻ വരരുത്, അധ്വാനിച്ച് പണിയെടുക്കുന്നവർ കാണാൻ വരരുത്, ചുമട്ട് തൊഴിലാളികൾ കാണാൻ വരരുത്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാണാൻ വരരുത്. ആര് വരണം? ഇവിടെ മുതലാളിമാരും കാട്ടുകള്ളന്മാരും അഴിമതിക്കാരും കള്ളുകച്ചവടക്കാരും വന്നാൽ മതി എന്നായിരുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തിട്ടൂരം. അത് VD സതീശൻ മാറ്റുകയാണ് അല്ലേ? എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇതാണ്, ജയദേവികയുടെ നിലപാട്, ശാരദക്കുട്ടിയുടെ നിലപാട്. ശാരദക്കുട്ടി ഫേസ്ബുക്കിൽ എഴുതിയത് സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയെ പരിഹസിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ പരിഹസിക്കുന്നത് തുല്യമാണ്. അന്തകമ്മികളെ കേൾക്കുക,
ഇത് ഞാനല്ല പറയുന്നത് കേട്ടോ, ശാരദക്കുട്ടി പറയാണ്. നിങ്ങളോടൊപ്പമുള്ള, നിങ്ങളുടെ കൂടെയുള്ള ശാരദക്കുട്ടി എന്ന് പറയുന്ന അഭിമാനം, മലയാളത്തിലെ അഭിമാനമായ എഴുത്തുകാരി ശാരദക്കുട്ടിയാണ് പറയുന്നത്. സൗജന്യ ബസ് യാത്രയെ പരിഹസിക്കുന്നത്, സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയെ പരിഹസിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഓർഡിനറി ബസ് കണ്ടാൽ എങ്ങനെയാ തിരിച്ചറിയുക എന്ന് എന്നോട് അന്വേഷിച്ച ഒരു സ്ത്രീ പറഞ്ഞത്, റിട്ടേൺ ഓട്ടോയ്ക്ക് കൊടുക്കാൻ 10 രൂപ പോലും കയ്യിലില്ലാതെ രാവിലെ നടന്ന് ഫ്ളാറ്റുകളിൽ പണിക്കെത്തുന്നതിനെ കുറിച്ചാണ് ഒരു സ്ത്രീയുടെ അനുഭവം പറയാണ്. ഞാൻ ഓർഡിനറി ബസ്സുകളുടെ ചിത്രം കാണിച്ച് തിരിച്ചറിയേണ്ടത് എങ്ങനെ എന്നും അവരുടെ സ്റ്റോപ്പിൽ എപ്പോൾ എത്തുമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ പോകുന്ന ഒരേ ഒരു ഓർഡിനറി ബസ് നിറയെ ഇനി ഈ ആശ്വാസം എന്നും കാണാനാവട്ടെ എന്നാണ് ശാരദക്കുട്ടി എന്ത് ചെയ്യുന്നത്, അഭിവാദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആശംസിക്കുന്നത്. എന്താണ്? നനഞ്ഞ കുടയും ബാഗും കയ്യിലേന്തി അവർ ദീർഘദൂരം നടന്നു പോകുന്ന കഷ്ടക്കാഴ്ച ഈ വരുന്ന 15-ാം തീയതി മുതൽ കാണേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. KSRTCക്ക് മാത്രമല്ല, സ്വകാര്യ ബസ് ഉടമകൾക്കും ഇത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. പക്ഷെ സ്വന്തം വീട്ടുപണിയിൽ നിന്ന് മറ്റുള്ളവരുടെ വീട്ടുപണിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന പാവം സ്ത്രീകൾക്ക് ഈ ചെറിയ തുക കൊണ്ട് ലഭിക്കുന്ന സാമ്പത്തിക ആശ്വാസം വലുതാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ എന്താ പറയാ, നമ്മുടെ റിപ്പോർട്ടർ ടിവിയിൽ മരംകൊത്തി മുതലാളി ഉണ്ടല്ലോ, മരംകൊത്തി കാട്ടുകള്ളൻ, അയാൾ പറയുന്നത്, ഇത് സ്വകാര്യ ബസ് മേഖല ആകെ തകർന്നു പോകും. ഇയാളുടെ ബേജാറ് സ്വകാര്യ ബസ് മുതലാളിമാർക്ക് വരുന്ന നഷ്ടമാണ്. അപ്പൊ ശാരദക്കുട്ടി പറയുന്നത്, സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭത്തെ കുറിച്ച് ഇയാൾ എന്താ ചിന്തിക്കാത്തത് അല്ലേ? സ്ത്രീകൾക്ക് ലഭിക്കുന്ന സൗജന്യമായ അവർക്ക് ലഭിക്കുന്ന ഈ സാമ്പത്തികമായ ആശ്വാസം അല്ലേ, അതാ പറയുന്നത്. ഈ ചെറിയ തുക കൊണ്ട് ലഭിക്കുന്ന സാമ്പത്തിക ആശ്വാസം വലുതാണ്. അത് ഈ മരംകൊത്തി കള്ളന് അത് എന്ത് ചെയ്യില്ല, അത് മനസ്സിലാവില്ല. അയാൾക്ക് ഈ മരം വെട്ടി ഇതാ വരുന്ന് ഈ പറയുന്ന മരംകൊത്തിയൊക്കെ ഉടൻ മരംകൊത്തിക്ക് ഓശാന പാടുന്നവരൊക്കെ അകത്താകാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ സർക്കാരിന് ഈ സംരംഭം വിജയകരമായി തുടരാനാകട്ടെ. ശാരദക്കുട്ടി ആശംസിക്കുകയാണ്, സർക്കാരിന് ഈ സംരംഭം വിജയകരമായി തുടരാനാവട്ടെ. നമ്മൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ട് അടിസ്ഥാന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രയോജനം കിട്ടുന്നത് വ്യക്തിപരമായി എന്നെ വളരെയേറെ ആഹ്ലാദിപ്പിക്കുന്നു. അതായത് സർക്കാരാണ് ഇതിനുള്ള, KSRTCക്ക് ഇതുമൂലം വരുന്ന നഷ്ടം കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. അതാരുടെയാണ്? നമ്മുടെ നികുതിപ്പണമാണ്. അപ്പം ശാരദക്കുട്ടി പറയാണ്, നമ്മുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സൗജന്യം കൊടുക്കുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെ ഞാൻ ഏറെ ആഹ്ലാദിക്കുന്നു എന്ന് കൂടിയാണ് പറയുന്നത്. എന്നിട്ടും അന്തംഗമ്മികൾ ഇതൊന്നും അറിയാതെ, അന്തംഗമ്മികൾ ഇതൊന്നും മനസ്സിലാക്കാതെ, ഇവർക്ക് ഒറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ, കാരണഭൂതത്തെ വീണ്ടും കൊണ്ടാടണം, അല്ലെങ്കിൽ മരുവാനെ വീണ്ടും കൊണ്ടാടണം. ഇത് മാത്രമേ ഉള്ളൂ ഈ അന്തംഗമ്മികളുടെ ഒരേ ഒരു ആവശ്യം. അല്ലാതെ ഇതിലെ നല്ല വശം ഇവർക്ക് അറിയാത്തതല്ല. എന്നിട്ട് കള്ളക്കഥകളുണ്ട്. അതാണ്, കള്ളക്കഥകൾ ഉണ്ടാക്കിയാണ്. ഈ 3725 ബസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇന്നത്തെ ദേശാഭിമാനി പറയുന്നു, ഓർഡിനറിയിലെ സൗജന്യ യാത്ര ഉദ്ഘാടനം തിങ്കളാഴ്ച. വടക്കൻ ജില്ലകളിൽ ബസ്സില്ല കേട്ടോ. ഈ ടോയ്ലറ്റ് പേപ്പർ പറയാണ്, വടക്കൻ ജില്ലകളിൽ ബസ്സില്ല. ഈ വടക്കൻ ജില്ലകളിലെ ബസ്സുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. വടക്കൻ ജില്ലകൾ എന്ന് പറയുന്നത് നമുക്ക് എവിടുന്ന് കൂട്ടാം? തൃശ്ശൂർ എന്ന് തുടങ്ങല്ലേ? തൃശ്ശൂരിൽ 159, പാലക്കാട് 122, മലപ്പുറത്ത് 98, കോഴിക്കോട് 156, വയനാട് 172, കണ്ണൂരിൽ 205, കാസർഗോഡ് 128 എന്ന് പറഞ്ഞാൽ പകുതിയും മലബാറിലാണ്. കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. തെക്കൻ ജില്ലകളെക്കാൾ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, വലിയ കുറവൊന്നുമില്ല. എന്നിട്ട് ഈ കള്ള ബടുക്കൂസുകൾ പറയാണല്ലോ, വടക്കൻ ജില്ലകളിൽ ബസ്സില്ല അത്രേ. കണ്ണുവട്ടന്മാരാണ് അന്തംഗമ്മികള്. കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല ഇറ്റിങ്ങൾക്ക്. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയതോടെ വടക്കൻ മേഖലയിലടക്കം സ്ത്രീകൾക്ക് തിരിച്ചടിയായി. അതാണ് രസം. വടക്കൻ മേഖലയിലെ സ്ത്രീകൾക്ക് തിരിച്ചടിയായി അത്രേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 3200-ൽ 1500 വടക്കൻ ജില്ലകളിലാണ്. ഈ 1500 ബസ്സുകളിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് തിരിച്ചടിയാണത്രേ. ഇവരുണ്ടല്ലോ, പച്ച മട്ടലെടുത്തിട്ടല്ല, തെരണ്ടിവാലെടുത്തിട്ടുമല്ല. ഞാൻ സാധാരണ പറയാറുള്ള പോലെ ഈ ആസനത്തിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചാലും മതിയാവില്ല. അമ്മാതിരി മൊരത്ത കള്ളത്തരല്ലേ പറയുന്നത്. അതേസമയം സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയതോടെ വടക്കൻ മേഖലയിലെ അടക്കം സ്ത്രീകൾക്ക് തിരിച്ചടിയായി. അപ്പം തിങ്കളാഴ്ച മുതൽ വടക്കൻ മേഖലയിലെ സ്ത്രീകൾക്ക് മുഴുവൻ തിരിച്ചടിയാണത്രേ. എന്താ തിരിച്ചടി എന്ന് വെച്ചാല്, അവിടെ ഒരു 1500 ബസ്സുകളിൽ രാപ്പകലില്ലാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സൗജന്യമായി. ഇതാണത്രേ തിരിച്ചടി. ഇത് തിരിച്ചടിയാണത്രേ. മക്കളെ, നിങ്ങളെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഈ 35 സീറ്റ് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ 35 സീറ്റ് കിട്ടി? ഇനി അടുത്ത പ്രാവശ്യം ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലേ വട്ടപൂജ്യം നോട്ടൊക്കെ പിന്നിലായിരിക്കും. ഒരു സംശയമില്ലാതെ നോട്ടൊക്കെ പിന്നിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. ആരാടോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക?
നിങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്ന സഹയാത്രികരായ ഈ ജയദേവികയും ശാരദക്കുട്ടി പോലും നിങ്ങളോടൊപ്പം ഇല്ലാതെ, നിങ്ങളുടെ തോന്നിയാസങ്ങൾക്കൊപ്പം ഇല്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടോ. എത്ര കാലം നിങ്ങൾക്ക് ഈ ആസനം കഴിക്കാൻ നടക്കാൻ പറ്റും? പിണറായിന്റെയും മരുമോന്റെയും മോളെയും ഞാൻ പറയുന്നില്ല.